ഹലോ ഗൈസ്, അപ്പോൾ ഇതാ നമ്മുടെ ലാസ്റ്റത്തെ നോമ്പാണെന്ന്. അപ്പം നാളെ പെരുന്നാളാണ് ഇൻഷാ അല്ലാ. അപ്പം നമ്മുടെ ഒരു അത്തായ മിനി വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാ ഒരു 4:30 വെല്ലനെ എണീച്ച്, ഇപ്പം സാധാരണ നമ്മൾ രാവിലെ എണീക്കുന്നത് പോലാണ് ഇപ്പം ഡെയിലി ഇങ്ങനെ എണീച്ച് ആ ഒരു സമയമാകുമ്പം അലാറം വെച്ചില്ലെങ്കിലും നമ്മൾ എണീച്ച് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതാ ഞാൻ നേരെ പല്ല് തേക്കാൻ വേണ്ടി പോയിട്ടോ. പല്ല് തേക്കുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്തകൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോയി നമ്മളിങ്ങനെ ഓരോന്ന് ആലോചിക്കാനൊക്കെ തുടങ്ങും. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്യാണ്. അപ്പോൾ ഞാൻ സിമ്പിളിൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു മസ്റ്റ് ട്രൈ ഫേസ് വാഷാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ അല്ല. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഫേസ് വാഷ് സിമ്പിളിൻ്റെ ഫേസ് വാഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതാ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഇന്ന് അത്താഴത്തിന് കഴിക്കാനായിട്ട് വല്ല സ്പെഷ്യലായിട്ടൊന്നുമില്ല. ചോറ്, മീൻ കറി, സോയാബീൻ ഫ്രൈ, അയല ഫ്രൈ, ഇതൊക്കെയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഈ മീൻ കിട്ടണമെന്ന് വലിയ നിർബന്ധമുള്ള പരിപാടിയൊന്നുമല്ല. എനിക്ക് സോയാബീൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അത് എനിക്ക് തന്നാൽ ഞാൻ ഇനി വേണമെന്നുണ്ടെങ്കിൽ ചോറും സോയാബീനും മാത്രം വേണമെങ്കിൽ കഴിക്കും. ഈ പച്ചക്കറി ഒക്കെ ഉണ്ടല്ലോ, അത് എനിക്ക് എങ്ങനെ ഉണ്ടാക്കി തന്നാലും ഞാൻ കഴിക്കും. അതേപോലെ ഈ മീനിൻ്റെ ഐറ്റംസ് ഒന്നും എനിക്ക് അങ്ങനെ വേഗം കൊണ്ട് ഇറങ്ങൂല. അപ്പം എന്നെ പോലെ ഈ മീനൊന്നും ഓവർ ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ അതാ ചോറപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊലായിൽ ഇതേപോലെ പോയി ഒരു ഇരുത്താണ്. അത്താഴത്തിന് എണീച്ചാൽ ഒരു ഗ്ലാസ് ചായ കുടിക്കൽ എന്തായാലും നിർബന്ധമാണ്. അതില്ലാത്തൊരു അത്താഴം ഇല്ല എൻ്റെ ജീവിതത്തിൽ. ചായ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ഇരുത്താണ് ബാങ്ക് കൊടുക്കണമെന്ന് നോക്കിയിട്ട്. അപ്പം കറക്റ്റ് ടൈമായിരുന്നു, ബാങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ വേഗം ഞാനും ഉമ്മയും നിസ്കരിക്കാൻ വേണ്ടി ഇരുന്ന് നിസ്കരിച്ച് കഴിഞ്ഞ് ഇതേപോലെ ഇങ്ങനെ വീണ്ടും ഒരു ഇരുത്താണ്. എല്ലായിടത്തും നമുക്കൊരു ഇരുത്തം നിർബന്ധമാണ്. കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് ദിക്റും കാര്യങ്ങളൊക്കെ ചൊല്ലി അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓതാൻ വേണ്ടിയിരുന്ന് ഓതലും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഇന്ന് ലീവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം കുറച്ച് നേരം പോയി കിടന്ന് കുറച്ച് സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, കുറച്ചധികം സമയം കിടന്നുറങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുലർച്ചെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്.